ഹായ് ഓൾ, വെൽക്കം ടു ട്രൂ ഇവൻ. സിവിൽ പോലീസ് ഓഫീസർ പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. ഏത് ബറ്റാലിയന് അപ്ലൈ ചെയ്യണമെന്ന് പലർക്കും ഇപ്പോഴും സംശയമാണ്. നമുക്ക് കഴിഞ്ഞ പരീക്ഷയിലെ കട്ട് ഓഫുകളും മെയിൻ ലിസ്റ്റിൽ വന്ന ആളുകളുടെ എണ്ണവും ഇതുവരെ എത്ര അഡ്വൈസ് പോയി എന്നതും പരിശോധിച്ചുകൊണ്ട് ഏത് ബറ്റാലിയന് അപ്ലൈ ചെയ്യണമെന്ന് നമുക്ക് തീരുമാനിക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ നമുക്ക് നോട്ടിഫിക്കേഷൻ ഒന്ന് പരിശോധിക്കാം. നോക്കൂ, കേരള PSC സിവിൽ പോലീസ് ഓഫീസർ പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ എന്നാണ് പുറപ്പെടുവിച്ചത്? 15/12/2025 നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. എന്നുവരെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും? 14/1/2026, അതായത് 2026 ജനുവരി മാസം 14-ാം തീയതി വരെ ഈ പരീക്ഷയ്ക്ക് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ആർക്കൊക്കെയാണ് ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്? +2 ക്വാളിഫിക്കേഷനുള്ള 18-നും 26 വയസ്സിനും ഇടയിലുള്ള ആർക്കും ഇത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. വെറും +2 ക്വാളിഫിക്കേഷൻ മതി. പഠിക്കുന്ന ഒരാളാണെങ്കിലും കുഴപ്പമില്ല, ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു വ്യക്തി ആയിക്കോട്ടെ, നിങ്ങൾ ഒരു പ്രശ്നവുമില്ല. ഓക്കെ, നിങ്ങളുടെ വയസ്സ് 18-നും 26-നും മധ്യയാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇതിൽ തന്നെ OBC-ക്കാർക്ക് ഏജ് റിലാക്സേഷൻ ഉണ്ട്. എത്ര വയസ്സാണ്? 3 വർഷം അല്ലെ. SC/ST-ക്കാർക്കോ 5 വർഷവും ഏജ് റിലാക്സേഷൻ ഉണ്ട്. അറിഞ്ഞിരിക്കുക. അപ്പൊ പോലീസ് ആവാൻ താല്പര്യമുള്ള ആളുകൾ ഉടനെ തന്നെ കേരള PSC സൈറ്റിൽ കയറി ഈ നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യുക. നമ്പർ, കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 563/2025 ആണ്. 563/2025 ആണ് കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത്. അടിസ്ഥാന ശമ്പളം എത്രയാണ്? 31,300 ആണ് അടിസ്ഥാന ശമ്പളം. ബേസിക് സ്കെയിൽ എത്രയാണ്? 31,300 ആണ്. ഓക്കെ, നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി, നമുക്കറിയാം സിവിൽ പോലീസ് ഓഫീസർ ആൻഡ് വിമൻ സിവിൽ പോലീസ് ഓഫീസർ 2 എണ്ണം ഉണ്ട് അല്ലെ. ഇത് വനിതകൾക്കുള്ളതാണ്, മെൻസിലുള്ളതാണ് സിവിൽ പോലീസ് ഓഫീസർ, അറിയാം. ഇതില് വിമൻ സിവിൽ പോലീസ് ഓഫീസർ എന്ന് പറയുമ്പോൾ സ്റ്റേറ്റ് വൈഡ് ആണ്. ഓക്കെ, ഒറ്റ ഒരു പരീക്ഷ നടത്തിയിട്ട് ഒറ്റ കട്ട് ഓഫ് ഇട്ടിട്ട് സ്റ്റേറ്റ് ലെവലിലാണ് പരീക്ഷ നടക്കുന്നത്. പക്ഷേ CPO സിവിൽ പോലീസ് ഓഫീസർ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? ബറ്റാലിയൻ വൈസ് ആണ് കട്ട് ഓഫുകൾ വരുന്നതും നിയമനങ്ങൾ നടക്കുന്നതും. വിമൻ സിവിൽ പോലീസ് ഓഫീസർ പോലെയല്ല സിവിൽ പോലീസ് ഓഫീസർ പരീക്ഷ. ബറ്റാലിയൻ, എത്ര ബറ്റാലിയൻ ഉണ്ട്? 7 ബറ്റാലിയനുകളാണ് നമുക്കുള്ളത്. ഓക്കെ, ഈ 7 ബറ്റാലിയനുകളിൽ എവിടേക്കാണ് കട്ട് ഓഫുകൾ കൂടുതൽ വന്നത്, എത്ര പേരെ ലിസ്റ്റിൽ നിന്ന് എടുത്തു, ഇതെല്ലാമാണ് നമ്മളിപ്പോ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, നമുക്ക് ആദ്യം ബറ്റാലിയനുകളൊന്ന് പരിശോധിച്ചാലോ. ഒന്നാമത്തേത് SAP എന്ന് പറയുമ്പോൾ എവിടെയാണ്? തിരുവനന്തപുരം ബേസ്ഡ് ആയിട്ടാണ് SAP വരുന്നത്. KP3 ഏത് ജില്ലകളാണ്? കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട എന്നീ 3 ജില്ലകളാണ് KP3യുടെ അണ്ടറിൽ വരുന്നത്. KP5 എന്ന് പറയുമ്പോൾ കോട്ടയവും ഇടുക്കിയുമാണ് KP5-ൽ ഉള്ളത്. കോട്ടയവും ഇടുക്കിയും. KP1 എറണാകുളം ജില്ല മാത്രമേ ഉള്ളൂ അല്ലെ. എറണാകുളം മാത്രമാണ് KP1-ലുള്ളത്. KP2 എന്ന് പറയുന്നത് തൃശ്ശൂര്, പാലക്കാട് ജില്ലകളാണ്. MSP എന്ന് പറയുന്നത് മലപ്പുറവും കോഴിക്കോടും ആണ്. ഏത്? MSP. KP4 കണ്ണൂര്, വയനാട്, കാസർഗോഡ് ജില്ലകളാണ് KP4-ന്റെ അണ്ടറിൽ വരുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് പ്രധാന ബറ്റാലിയനുകൾ ഉള്ളത്. എല്ലാവരെയും ഒരു സംശയം എന്ന് പറയുന്നത്, ഞാനിപ്പോ എറണാകുളം ജില്ലയിൽ ജനിച്ച വ്യക്തിയാണ്, എനിക്ക് SAP തിരുവനന്തപുരം അപ്ലൈ ചെയ്യാൻ സാധിക്കുമോ? സാധിക്കും. എനിക്ക് KP3 അപ്ലൈ ചെയ്യാൻ സാധിക്കുമോ? സാധിക്കും. ഇതിൽ ഏത് വേണമെങ്കിലും എനിക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ജോലി കിട്ടുന്നത് ഈ സ്ഥലങ്ങളിലായിരിക്കും പ്രധാനമായിട്ടും ജോലിയുടെ ഒരു ഏരിയ എന്ന് പറയുന്നത്. അതും കൂടി മനസ്സിലാക്കി വേണം നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട്. ഓക്കെ, ട്രാൻസ്ഫറും കാര്യങ്ങളൊക്കെ കിട്ടുമെങ്കിൽ പോലും ആദ്യകാലങ്ങളിൽ എവിടെയായിരിക്കും? നമ്മൾ വെക്കുന്ന ബറ്റാലിയൻ എവിടെയാണോ ആ ബറ്റാലിയനുകളിലായിരിക്കും നമുക്ക് ആദ്യമേ നിയമനങ്ങൾ ലഭിക്കുന്നത്. അപ്പൊ എറണാകുളത്തുള്ള ഞാൻ SAP അപ്ലൈ ചെയ്തത് എനിക്ക് എവിടെയായിരിക്കും? ഏതായിരിക്കും ക്യാമ്പ്? തിരുവനന്തപുരത്തായിരിക്കും ഒബ്വിയസ്ലി ഉണ്ടാവുക. അത് വേണം മനസ്സിലാക്കാനായിട്ട്. ഓക്കെ, ഏത് ബറ്റാലിയൻ അപ്ലൈ ചെയ്യണം എന്നതുപോലെ തന്നെയാണ് എങ്ങനെ പഠിക്കണം എന്നുള്ളതും അല്ലെ. സിവിൽ പോലീസ് ഓഫീസർ, വിമൻ സിവിൽ പോലീസ് ഓഫീസർ പരീക്ഷയെ ബന്ധപ്പെട്ടുകൊണ്ട് സ്പെഷ്യൽ മെന്റർഷിപ്പ് ബാച്ചുകളാണ് ട്രൂ ഇവൻ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. എന്തൊക്കെയാണ് നമ്മുടെ സ്പെഷ്യൽ മെന്റർഷിപ്പ് ബാച്ചിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, കേരളത്തിലെ ഏറ്റവും മികച്ച ഫാക്കൽറ്റീസ് ഉണ്ട്, ഏറ്റവും മികച്ച സ്റ്റഡി മെറ്റീരിയലുകളുണ്ട്, പിന്നെ നിങ്ങളുടെ പെർഫോമൻസ് മനസ്സിലാക്കാനായി AI പവേർഡ് ആപ്ലിക്കേഷൻ, ശേഷം
24/7 മെന്റർഷിപ്പ് സപ്പോർട്ടും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്താണ് മെന്റർഷിപ്പ് സപ്പോർട്ട് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഈ ആപ്ലിക്കേഷൻ ട്രൂ ഇവൻ ആപ്ലിക്കേഷൻ AI പവർഡ് ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് തന്നെ നമ്മളൊരു പരീക്ഷ എഴുതുമ്പോൾ ആ പരീക്ഷയിൽ ഏത് വിഷയത്തിനാണോ നമ്മൾ പിന്നാക്കം നിൽക്കുന്നത് അല്ലെങ്കിൽ പോരായ്മ ഏത് വിഷയത്തിനാണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്നിട്ട് ശേഷം മെന്റർ നമ്മളെ പേഴ്സണലി വിളിച്ച് നമുക്ക് എങ്ങനെ ആ വിഷയത്തിൽ നമ്മളെ മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതിന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് നിങ്ങളെ ആ വിഷയത്തിൽ മുന്നോട്ട് എത്തിച്ചിരിക്കും. അങ്ങനെ നിങ്ങളെ പരീക്ഷ പാസ്സാക്കി നല്ല റാങ്കിൽ എത്തിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കും. അതാണ് ട്രൂ ഇവന്റെ സ്പെഷ്യൽ മെന്റർഷിപ്പ് ബാച്ചിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നോട്ടിഫിക്കേഷൻ പരിശോധിച്ചു, ബറ്റാലിയനുകൾ പരിശോധിച്ചു. ഇനി കഴിഞ്ഞ വർഷത്തെ റാങ്ക് ലിസ്റ്റും കാര്യങ്ങളും നമുക്ക് പരിശോധിക്കാം. ഓരോന്നായിട്ട് നമുക്ക് നോക്കിപ്പോവാം. KP1 എന്ന് പറയുമ്പോൾ ഏതാണ്? എറണാകുളമാണ് അല്ലെ? എറണാകുളം ബറ്റാലിയൻ നോക്കാം നമുക്ക്. കഴിഞ്ഞ തവണത്തെ കട്ട് ഓഫ് എത്രയാണോ? കഴിഞ്ഞ തവണത്തെ 45.67 ആണ് കട്ട് ഓഫ്. 45.67. അതില് ഷോർട്ട് ലിസ്റ്റിൽ ഫിസിക്കലിന് മുമ്പ് ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് 633 പേർ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരുന്നു. ഓക്കെ, ഫിസിക്കൽ കഴിഞ്ഞു വന്ന ആളുകളുടെ മെയിൻ ലിസ്റ്റിലെ ആളുകളുടെ എണ്ണം എന്ന് പറയുന്നതാണ് എത്ര? 269 പേർ. ഫിസിക്കൽ കഴിഞ്ഞപ്പോൾ നേർപകുതിയായി ആളുകളുടെ എണ്ണം, ലിസ്റ്റിലെ ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത്. അതാണ് മനസ്സിലാക്കേണ്ടത്. ഫിസിക്കൽ എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും വെറിയ ചെറുതായിട്ട് കാണരുത് കേട്ടോ. അപ്പൊ 45.67 ആയിരുന്നു KP1ന്റെ കട്ട് ഓഫ്. 633 പേർ ഷോർട്ട് ലിസ്റ്റിൽ ഉണ്ടായിരുന്നു. ഫിസിക്കൽ കഴിഞ്ഞപ്പോൾ 269 പേരായി മാറി. 269 പേരുടെ ലിസ്റ്റിൽ നിന്നും ഇതുവരെ അഡ്വൈസ് മൊത്തം പോയിരിക്കുന്നത് 218 പേർക്ക് അഡ്വൈസ് പോയി. ഓക്കെ, അതാണ് മനസ്സിലാക്കേണ്ടത്. 218 പേർക്കും അഡ്വൈസ് പോയിട്ടുണ്ട്, അറിഞ്ഞിരിക്കുക. അടുത്ത ബറ്റാലിയൻ പരിശോധിക്കാം. KP2 പരിശോധിക്കാം. KP2 തൃശ്ശൂർ പാലക്കാട്. ഓക്കെ, കട്ട് ഓഫ് വന്നിരിക്കുന്നത് എത്രയാണ്? 52.33 ആണ് കട്ട് ഓഫ് വന്നിരിക്കുന്നത്. മൊത്തം ഷോർട്ട് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ആളുകളുടെ എണ്ണം 525 പേർ ഷോർട്ട് ലിസ്റ്റിൽ ഉണ്ടായിരുന്നു. ഇതിൽ ഫിസിക്കൽ കഴിഞ്ഞ് മെയിൻ ലിസ്റ്റ് വന്നപ്പോൾ റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ 202 പേര് മാത്രമേ റാങ്ക് ലിസ്റ്റിലുള്ളൂ. 202 പേര്. ഓക്കെ, 202 പേരിൽ മൊത്തം ആ ലിസ്റ്റിൽ നിന്ന് അഡ്വൈസ് പോയിരിക്കുന്നത് 168 പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട്. മെയിൻ ലിസ്റ്റിലാണ് കേട്ടോ 202 പേരുള്ളത്. അഡ്വൈസ് മൊത്തം എത്ര പേർക്ക് പോയിട്ടുണ്ട്? 168 പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നിയമനങ്ങൾ നടന്നൊരു ലിസ്റ്റ് ആയിട്ടാണ് ഇത് പറയുന്നത്. ഓക്കെ, അടുത്ത നമുക്ക് നോക്കാം. KP3 ബറ്റാലിയൻ നോക്കാം. KP3 കട്ട് ഓഫ് വന്നിരിക്കുന്ന പത്തനംതിട്ട, നമ്മൾ നേരത്തെ പറഞ്ഞാണ് KP3 വന്നിരിക്കുന്ന കട്ട് ഓഫ് 45.33. ഓക്കെ, മൊത്തം ആളുകളുടെ എണ്ണം മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ആളുകളുടെ എണ്ണം 1057 പേരുണ്ടായിരുന്നു. എത്ര? 1057 പേര് ലിസ്റ്റിലുണ്ടായിരുന്നു. ഫിസിക്കൽ കഴിഞ്ഞ് വന്നപ്പോൾ നേർപകുതിയിലും കുറവായി. 405 പേര് മാത്രമേ മെയിൻ ലിസ്റ്റിലുള്ളൂ. ഓക്കെ, അപ്പോൾ ഫിസിക്കലിന്റെ പ്രാധാന്യമാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. 405 പേരുടെ ലിസ്റ്റിൽ നിന്നും ഇതുവരെ അഡ്വൈസ് മൊത്തം പോയിരിക്കുന്നത് 312 അഡ്വൈസുകൾ ഇതുവരെ പോയിട്ടുണ്ട്. എത്ര അഡ്വൈസുകളാണ്? 312 അഡ്വൈസുകൾ KP3യിൽ പോയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത്യാവശ്യം നിയമനങ്ങൾ നടന്ന പരീക്ഷയാണെന്ന് ഞാൻ പറഞ്ഞു ഓൾറെഡി തന്നെ. അടുത്ത നോക്കാം നമുക്ക്. KP4 നോക്കാം നമുക്ക്. KP4 അങ്ങ് മുകളിൽ കാസർഗോഡ്, കണ്ണൂര് അല്ലെ? എത്ര കട്ട് ഓഫ് വന്നിരിക്കുന്നത്? 48.33 ആണ് കട്ട് ഓഫ് വന്നിരിക്കുന്നത്. മൊത്തം ലിസ്റ്റിലുണ്ടായിരുന്ന ആളുകൾ 814. ഫിസിക്കൽ കഴിഞ്ഞ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകളുടെ എണ്ണം 357. ഓക്കെ, ഇതുവരെ എത്ര അഡ്വൈസ് പോയി? 357. മൊത്തം അഡ്വൈസ് പോയത് 276 അഡ്വൈസുകൾ മൊത്തം പോയിട്ടുണ്ട്. ഓക്കെ, 276 അഡ്വൈസുകൾ മൊത്തം പോയി. ഓക്കെ അല്ലേ? അടുത്ത് നോക്കാം നമുക്ക്. KP5 ബറ്റാലിയൻ ഇടുക്കി. ഏതാണ് കട്ട് ഓഫ് വന്നിരിക്കുന്നത്? 42 ആണ് കട്ട് ഓഫ് വന്നിരിക്കുന്നത്. ഓക്കെ, മൊത്തം മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് 583 പേര് ഷോർട്ട് ലിസ്റ്റിൽ ഉണ്ടായിരുന്നു. റാങ്ക് ലിസ്റ്റ് ഫിസിക്കൽ കഴിഞ്ഞ് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തപ്പോൾ 240 പേര് മാത്രമേ ഉള്ളൂ. 240 പേര്. 240 പേരില് 227 മൊത്തം അഡ്വൈസുകൾ പോയിട്ടുണ്ട് ലിസ്റ്റിൽ നിന്ന്. 240 പേരിൽ മൊത്തം അഡ്വൈസ് ആണ് കേട്ടോ. 227 മൊത്തം അഡ്വൈസുകൾ പോയിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു നിയമനം അവിടെയും നടന്നിട്ടുണ്ട് അല്ലേ? അടുത്ത് നോക്കാം നമുക്ക്.
MSPയുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് എത്രയാണ്? 51 ആയിരുന്നു MSPയുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത്. 817 പേരുണ്ടായിരുന്ന ഷോർട്ട് ലിസ്റ്റിൽ നിന്നും ഫിസിക്കൽ കഴിഞ്ഞ് വന്നത് 290 പേർ മാത്രം അല്ലേ? 817 എത്രയായി മാറി? 290 പേരായി മാറി. ഓക്കെ, ഇതുവരെ മൊത്തം അഡ്വൈസ് പോയിരിക്കുന്നത് 223 അഡ്വൈസുകളാണ് മൊത്തം പോയിരിക്കുന്നത്. ഓക്കെ, ഇതാണ് MSPയുടെ നില എന്ന് പറയുന്നത്. അടുത്ത നമുക്ക് SAP നോക്കാം. നമുക്ക് ശ്രദ്ധിച്ചിരിക്കുക, 51 കട്ട് ഓഫ് ആണ് വന്നിരിക്കുന്നത്. 51 കട്ട് ഓഫ് വന്നു. 744 പേർ എന്തിലുണ്ടായിരുന്നു? ഷോർട്ട് ലിസ്റ്റിൽ ഉണ്ടായിരുന്നു. ഫിസിക്കൽ കഴിഞ്ഞ് വന്നപ്പോൾ 316 പേരായി മാറി. 316 പേര്. അതിൽ നിന്നും ഇതുവരെ 232 നിയമനങ്ങളാണ് നടന്നിരിക്കുന്നത്. എത്ര നിയമങ്ങൾ? 232 നിയമനങ്ങളാണ് ഇതുവരെ നടന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോ നമുക്ക് അറിയാം, കൃത്യമായി പരിശോധിച്ചു കഴിഞ്ഞാൽ ഇതുവരെ കട്ട് ഓഫുകളെല്ലാം വന്നിരിക്കുന്നത് ഏകദേശം ഒരു 45-നും 55-നും ഇടയ്ക്കാണ് എന്ത് വന്നിരിക്കുന്നത്? കട്ട് ഓഫുകൾ വന്നിരിക്കുന്നത്. അത്യാവശ്യം ലിസ്റ്റിൽ വന്നിരിക്കുന്നതിൽ ഒരു 90% ആളുകൾക്കും നിയമനം ലഭിച്ചിട്ടുണ്ട്. ലിസ്റ്റ് ചെറുതായി, അതുകൊണ്ട് തന്നെ നിയമനം ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾക്ക് അറിഞ്ഞിരിക്കേണ്ടത് ഏകദേശം ഒരു 50-നും 65-നും ഇടയ്ക്ക് മാർക്കുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു റാങ്ക് ലിസ്റ്റിൽ, നല്ലൊരു റാങ്കിലേക്ക് എത്താനും ജോലി കിട്ടാനും അവിടെ സാധ്യതയുണ്ട് ഇനി വരുന്ന ലിസ്റ്റിൽ എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. ഓക്കെ, നോർമലി പോലീസിന്റെ പരീക്ഷയുടെ കട്ട് ഓഫുകളെല്ലാം ഈ ഒരു റേഞ്ചിലാണ് നിൽക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു 50-നും 65 കട്ട് ഓഫ് ആണ് പറയുന്നത്, 50 കേട്ടോ. ഓക്കെ, അതിൽ 65 മാർക്കൊക്കെ മേടിച്ച് 68-65 മാർക്കൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ നല്ല മാർക്കായിരിക്കും. അത് നമുക്ക് ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ ഈ വരാൻ പോകുന്ന സിവിൽ പോലീസ് ഓഫീസർ പരീക്ഷ എളുപ്പത്തിൽ ക്രാക്ക് ചെയ്യാനായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാനുമായി ഞാൻ വീണ്ടും വരുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോയിൽ കാണാം. താങ്ക്